2016 ഒരു ചൂടുള്ള വേനൽക്കാല രാത്രി ഞാനും സുഹൃത്തുക്കളും കൂടി നഗരത്തിലൂടെ വെറുതെ നടക്കുകയായിരുന്നു. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. പെട്ടെന്നാണ് റോഡരികിലെ ഒരു വലിയ ചെടിക്കൂട്ടത്തിന് പിന്നിൽ ആരോ ഒളിച്ചിരിക്കുന്നത് പോലെ എൻ്റെ ഒരു സുഹൃത്തിന് തോന്നിയത്. ഞങ്ങൾ സൂക്ഷിച്ചു നോക്കി. അതെ, അവിടെ ആരോ ഉണ്ടെന്നുറപ്പാണ്. ധൈര്യം സംഭരിച്ച് ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ ആ ചെടികൾക്കിടയിൽ നിന്ന് വിചിത്രമായൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ്റേതെന്ന് പറയാൻ പറ്റാത്ത തരം ശബ്ദം. ഭയം കൊണ്ട് ഞങ്ങൾ നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടി. അന്നതൊരു തമാശയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ബോധം വന്നു. കണ്ണ് തുറക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ ശരീരം അനക്കാൻ പറ്റുന്നില്ല. കൈകാലുകൾ കല്ലിച്ച പോലെ. ഞാൻ സ്ലീപ്പ് പാരലിസിസ് എന്ന അവസ്ഥയിലായിരുന്നു. പെട്ടെന്നാണ് ഞാനത് കേട്ടത്. നേരത്തെ ആ ചെടിക്കൂട്ടത്തിൽ നിന്ന് കേട്ട അതേ വിചിത്രമായ ശബ്ദം. എൻ്റെ മുറിക്കുള്ളിൽ അത് മുഴങ്ങുന്നു. പേടിച്ച് ഞാൻ കണ്ണുകൾ ചുറ്റുമോടിച്ചു. അപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അറ്റത്ത് ആ ഇരുട്ടിൽ ഭയാനകമായൊരു രൂപം നിൽക്കുന്നത് ഞാൻ കണ്ടു. ആദ്യമൊരു തല മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയത്. ശരീരം ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. വായ വല്ലാതെ തുറന്നു പിടിച്ച് ആ വിചിത്ര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അത് പതുക്കെ എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു. എനിക്ക് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ രൂപം എൻ്റെ മുഖത്തിന് തൊട്ടടുത്തെത്തി. അതിൻ്റെ ശ്വാസം പോലും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അത് വായുവിൽ അലിഞ്ഞില്ലാതായി. അപ്പോൾ തന്നെ എനിക്ക് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞു. ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു വെറും സ്വപ്നമായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അടുത്ത ദിവസം മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവരും അത് സ്ലീപ്പ് പാരലിസിസ് ആണെന്ന് പറഞ്ഞു. എങ്കിലും ഇന്നും ആ ശബ്ദം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഭയമാണ്.